ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു സിമ്പിൾ മുട്ടക്കറി നല്ല എന്താണ് പറയുക അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും എന്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന ഒരു സിമ്പിൾ മുട്ടക്കറിയാണ് ഇന്നോട് തയ്യാറാക്കുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. 4 വലിയ സവോള. ഇത് സവോളയും മാത്രം നമ്മൾ തക്കാളി അങ്ങനെ ഇങ്ങനെയൊന്നും ചേർക്കുന്നില്ല. സവോള ചേർത്തിട്ട് ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ വാളംപുളിയാണ്. ഇതിന് പുളിക്കായിട്ട് ഞാൻ ചേർക്കുന്നത്. തക്കാളി ഒന്നും ചേർക്കാതെ നമ്മളുടെ വാളംപുളി ചേർത്ത് നമ്മളുടെ ഈ മുട്ടക്കറി നമുക്ക് റെഡിയാക്കി എടുക്കാം. ചൂടായി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണേ കേട്ടോ, നല്ലത് ഓയിലൊന്നും ഉണ്ടാക്കരുത്. വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കാൻ നോക്കുക. ഇത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ചൂടായി നമുക്ക് അതിലേക്ക് നമ്മളുടെ സവോള ചേർത്ത് കൊടുക്കാം. നല്ല ചുമക്ക വറുക്കണം കേട്ടോ നമ്മൾ സവോളനെ. ഫ്രണ്ട്സ്, ഞാൻ എടുത്ത പാത്രം ഇളക്കാൻ ഭയങ്കര പാടിട്ടാ. അപ്പോൾ അത് കാരണം ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം, വഴറ്റി എടുക്കാം കേട്ടോ. അതേ ലേശം ഉപ്പൊന്ന് വഴറ്റി വരാൻ വേണ്ടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊന്ന് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് അടിച്ചിടാൻ വേണ്ടി നമ്മുടെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചതിനകത്തേക്ക് ചേർക്കേണ്ട കുറച്ച് സവോള മാത്രം മാറ്റുന്നുണ്ട്. എനിക്കിതിലേക്ക് ഞാൻ കുറച്ച് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയൊക്കെ കൂടി പേസ്റ്റ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അതും കൂടി ഒന്ന് ആയി വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഒരു കഷ്ണം, ഒരു ചെറിയ പച്ചമുളക്, വലിയ പച്ചമുളകൊന്നും എടുത്തിട്ടില്ല, ഒരെണ്ണം പൊടിച്ച് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് വഴഞ്ഞു വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറിയ മുട്ടയില്ലേ, കാടമുട്ട, അത് വെച്ചാട്ടോ സിമ്പിൾ മുട്ടക്കറി റെഡിയാക്കണേ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ സവോളയൊക്കെ നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മളുടെ മസാലകളൊക്കെ ഒന്ന് ചേർക്കാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി, പിന്നെ എരിവുള്ള മുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും സംഭവം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം അങ്ങോട്ട് മാറി വരുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ അടിച്ചു വെച്ച് നമ്മൾ സവോള വഴറ്റി ഇതൊന്ന് അടിക്കണം എന്ന് പറഞ്ഞില്ലേ മിക്സിയിൽ, അതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് ഇത് ഇവിടെ കിടന്ന് ഒന്ന് ആയി വരട്ടെ. അതിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ എല്ലാത്തിനും, മുളകിനും മല്ലിക്കൊക്കെ, ആ മണമൊക്കെ ഇങ്ങോട്ട് മാറി വരുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഇപ്പോഴേ ഡ്രൈ ആണ്, കുഴപ്പമില്ല, എന്നാലും ആ സ്മെല്ലൊക്കെ അങ്ങോട്ട് റോ സ്മെല്ലൊക്കെ അങ്ങോട്ട് മാറി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ ഇത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച് നമ്മളുടെ സവോള നമുക്കൊന്ന് അടിച്ചെടുക്കാം. ആ കൂട്ടത്തിൽ നല്ല കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ 2 മുട്ടയും കൂടി, നമ്മളുടെ 2 കാടമുട്ടയും കൂടി ഇതിലേക്ക് യോജിപ്പിച്ചിട്ട് അടിച്ചെടുക്കണേ. സവോള നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കണ ആ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ സവോളയും 2 മുട്ടയും കൂടി, അതങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക്. ആ നമ്മൾ ആ മുട്ട അങ്ങനെ അടിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ വലിയ കോഴിമുട്ട എടുക്കുകയാണെങ്കിൽ അതിന് ഹാഫ് അടിച്ച് ചേർക്കാൻ എടുത്താൽ മതി, ഫുള്ള് വേണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ ചെറിയ മുട്ടയായതുകൊണ്ടാണ് 2 മുട്ട ചേർത്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി ഗ്രേവിയൊക്കെ വേണ്ടേ, അപ്പം അതിലേക്ക് നമ്മൾക്ക് പൊടിക്ക് വെള്ളം കൂടി യോജിപ്പിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതേ ഗ്രേവി ആയിട്ട് ഇതാണ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിനകത്ത് കിടന്നത് ശരിക്കും അങ്ങോട്ട് അതിൻ്റെ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ ഇല്ലേ, അത് മുകളിലേക്ക് വരണം, അതേപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. കിടന്ന് ഒന്ന് വേവട്ടെ. ഇപ്പം ഞാൻ തൊട്ടൊക്കെ നോക്കി ഉപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം പുളിവെള്ളം, ഇത്തിരി പുളി വേണ്ടേ നമ്മുടെ കറിക്ക്. അപ്പോൾ ഞാനിത് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ആ പുളിവെള്ളം നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നോക്കാട്ടെ പുളി ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം, പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചും കൂടി യോജിപ്പിച്ച് കൊടുക്കാം.
ഞാൻ പുളിവെള്ളമായിട്ട് സവോളയും അതിൻ്റെ ആ കൂട്ടുകളൊക്കെ ഒന്ന് യോജിക്കട്ടെ. ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് ഇതേപോലെ സിമ്മിൽ തന്നെ ഇട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതേ നമ്മളുടെ സിമ്പിളായിട്ടുള്ള കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയും കൂടി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി മുട്ടയും കൂടി കുറച്ച് നേരം ഇതിനകത്തൊന്ന് കിടന്ന് ഒന്നങ്ങോട്ട് ഡ്രൈ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളുടെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു മുട്ടക്കറി റെഡിയായി വരികയാണ്. ഈ മുട്ട ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് ചൂടായി അതുമായിട്ട് യോജിക്കും. പിന്നെ നമ്മളിപ്പോൾ പുളിയും എരിവും ഇതൊക്കെ വന്നില്ലേ, അപ്പോൾ നമുക്കിതിലേക്ക് ഒരു പൊടിക്ക് മധുരം കൂടി ചേർന്നാലല്ലേ ആ എരിവിനും പുളിക്കൊക്കെ ഒരു ബാലൻസ് ആവുള്ളൂ. അപ്പം ഞാൻ ഒരു സ്വല്പം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി. അതങ്ങോട്ട് ഒന്ന് മെൽറ്റായി വന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കറി നല്ല സൂപ്പറായിട്ട് കിട്ടിയിരിക്കും. എപ്പോഴും സിമ്മിലിട്ട് ചെയ്യണേ, ഫുൾ ഫ്ലെയിമിൽ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് കത്തിയ ഒരു സ്മെല്ല് പോലെ വരും. നമ്മൾ വളരെ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ കുറച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് നേരം അതൊന്ന് എല്ലാമായിട്ടൊന്ന് യോജിക്കട്ടെ. എണ്ണയൊക്കെ മുകളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളായിട്ടത്. ഇപ്പം നമ്മുടെ കറി റെഡിയായി. ഇനി നമ്മളുടെ കയ്യിൽ നമുക്കൊരു സ്മെല്ലൊക്കെ വേണ്ട. അപ്പം ഞാൻ ഇച്ചിരി വേപ്പില തൂകിയിട്ട് കൊടുക്കണ്ട കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില എടുക്കാം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മല്ലിയില വലിയ താല്പര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വേപ്പില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദേ നമ്മളുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ, വളരെ എളുപ്പമാട്ടോ, വളരെ ഈസിയാണ്. നമ്മൾക്കിത് അപ്പത്തിൻ്റെയോ ഇന്ന് ഞങ്ങളിപ്പോൾ ഇത് പൊറോട്ടയുടെ കൂടെയായിട്ട് ഇത് കഴിക്കാൻ പോണേ. പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യും. അതെ ഫ്രണ്ട്സ്, ദേ അപ്പോൾ പൊറോട്ടയുടെ ഒപ്പം നമ്മൾക്ക് നമ്മളുടെ ഈ മുട്ടക്കറി കൂട്ടി ഈ പൊറോട്ട ഇങ്ങോട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഒപ്പം കഴിക്കാൻ റെഡി ആയിട്ട് പോരേട്ടാ. ഞാൻ ഇച്ചിരി എടുത്ത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റിയാണ് കറി. അപ്പം അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചാറൊന്നും ഇല്ല, ഇങ്ങനെ ഡ്രൈ ആണെങ്കിലും ഈ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ ദേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ മണിക്കുട്ടീനെ ഒന്ന് ഇടിച്ച് തകർക്കുക. അത് തകർക്കുകയാണെങ്കിൽ ഓളും ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്നും പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമ്മൾ നാളെ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ. എൻ്റെ എല്ലാ ഗുരുഭൂതർക്കും ഇന്നത്തെ ദിവസം അറിയാലോ, സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. അപ്പം എൻ്റെ എല്ലാ ഗുരുഭൂതർക്കും പ്രണാമം, എൻ്റെ എല്ലാവിധ ആശംസകളും.